മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബിജുമേനോൻ. സഹനടനായി എത്തി, പിന്നീട് നടനായി വില്ലനായി തമാശ ചെയ്തുമല്ല താരം പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുണ്ട്. വലിയ വിവാദങ്ങളിലൊന്നും തലവയ്ക്കാത്ത ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴിതാ മുൻപ് അദ്ദേഹം പെട്ട ഒരു പ്രണയക്കെണിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. മുൻ കോൺഗ്രസ് വനിതാ MLA ആണ് ബിജുമേനോനെ വരച്ചത് എന്നാണ് സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലായ കണ്ടതും കേട്ടതിലൂടെ പങ്കുവച്ചത്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ: ബിജുമേനോൻ ഒരു കെണിയിൽപ്പെട്ടു. അദ്ദേഹം ഒരു ശുദ്ധനാണ്. ആരുടെ കാര്യങ്ങളിലും ഇടപെടുന്ന ആളല്ല. ബിജുമേനോൻ കുതിച്ചുയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് സംഭവം. അദ്ദേഹത്തിന്റെ വിവാഹം അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടി പങ്കെടുത്തു. അന്ന് ആ പരിപാടി ഒരു വനിതാ MLA കൂടി ഉണ്ടായിരുന്നു. ആ യോഗം കഴിഞ്ഞപ്പോൾ അവർ വളരെ താല്പര്യത്തോടെ ബിജുമേനോനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങി ഇടയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ നടനെ വിളിച്ചു, സംസാരിച്ചു. ഈ വിളി തുടർന്നു. ഈ വിളി പിന്നീട് രാത്രി സമയത്തേക്ക് മാറി. വിളിച്ച് കുറെ നേരം സംസാരിക്കുന്നു. ഇപ്പോൾ അവർ ഭരണത്തിലിരിക്കുന്ന ശക്തിയായ MLA ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രാത്രിയൊക്കെ വിളിക്കുമ്പോൾ ഭയം ഉണ്ടെങ്കിലും അവരുടെ അധികാരം ഓർത്ത് വലിയ അനിഷ്ടം പ്രകടിപ്പിച്ചില്ല. ഒരിക്കൽ അവർ ബിജുമേനോന്റെ ഷർട്ടിന്റെ സൈസ് ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ തോഴി വഴി കുറച്ച് ഷർട്ട് ബിജുമേനോന് എത്തിച്ചു കൊടുത്തു. ശരിക്കും അവർക്ക് ബിജുമേനോനോട് മുടിഞ്ഞ പ്രണയമായി. അദ്ദേഹം ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അവർക്ക്. ആ സമയത്താണ് ബിജുമേനോൻ സിലോണിൽ ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത്. സുരേഷ് കുമാർ ഒക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം ബിജുമേനോൻ MLAയോട് തന്റെ യാത്രയെക്കുറിച്ച് അറിയിച്ചു. അത്രയും ദിവസം അകന്നു നിൽക്കാനാവില്ല, പോകാൻ പാടില്ലെന്നായിരുന്നു അവരുടെ മറുപടി. പോകരുതെന്ന് അവർ വാശി പിടിച്ചു. കോൺഗ്രസിലെ ശക്തനായ നേതാവിനെ പോലും വരച്ച വരയിൽ നിർത്തിയ ആളാണ് ഞാൻ. പിന്നെയാണോ നിങ്ങൾ എന്ന് അവർ ചോദിച്ചു. എന്തായാലും അടുത്ത ദിവസം അദ്ദേഹം സിലോണിലേക്ക് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്നെ വിളിച്ച് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. സുരേഷ് ഈ സംഭവം മുഴുവൻ എന്നോട് പറഞ്ഞു. ചില പോലീസുകാർ തന്നെ അറിയിച്ചു. ബിജുമേനോനെ താമസിയാതെ ഒരു കേസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആ സമയത്താണ് ചേർത്തലയിൽ കാറിൽ ഒരു പെൺകുട്ടി മരിച്ചതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് ചില നടന്മാർ എന്ന വാർത്തയുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ നടനെ കൊടുക്കാനാണോ എന്ന സംശയം ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെ ആകാൻ സാധ്യത ഉണ്ടെന്ന്. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ബിജുമേനോനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടത്. അതിനുള്ള സാധ്യത ഉണ്ടായോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞു. ചില ബന്ധങ്ങളൊക്കെ വെച്ച് അന്വേഷിച്ചപ്പോൾ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവർ നാട്ടിലെത്തി. സുരേഷ് കുമാർ നേരെ പോയത് MLAയുടെ അടുത്തേക്കാണ്. അവർ പക്ഷേ സുരേഷിനോട് സംസാരിച്ചില്ല. അങ്ങനെ സുരേഷ് ബിജുവിനെയും കൂട്ടി നേരെ പത്മജ വേണുഗോപാലിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം മുഴുവൻ കാര്യങ്ങളും അവരെ അറിയിച്ചു. പത്മജ ഫോൺ എടുത്ത് MLA വിളിച്ച് ഫയർ ചെയ്തു. നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ, ഇനി പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകി. പിന്നീട് യാതൊരു പ്രശ്നങ്ങളും ഈ സ്ത്രീയിൽ നിന്ന് ബിജുമേനോന് നേരിടേണ്ടി വന്നിട്ടില്ല, ആലപ്പി അഷ്റഫ് പറഞ്ഞു.